കാമുകിക്ക് വേണ്ടി മുസ്ലിമായി. പക്ഷേ ഒടുവിൽ ഈ യുവാവ് ഹിന്ദു മതത്തിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരും. ഈ സംഭവം നടക്കുന്നത് ലക്നൌവിലാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് കാമുകിയെ വിവാഹം കഴിക്കാനായി യുവാവ് മുസ്ലിം മതം സ്വീകരിച്ചു. ഉത്തർപ്രദേശിലെ ഷംലി സ്വദേശിയായിട്ടുള്ള ആയുഷ് മാലിക്കാണ് ഇപ്പോൾ തിരികെ വീണ്ടും ഹിന്ദു മതത്തിലേക്ക് വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ മതപരിവർത്തന നിയമപ്രകാരം ആയുഷ് മാലിക്കിനെ മതം മാറ്റത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഇയാൾ ഹിന്ദു മതത്തിലേക്ക് തിരിച്ചെത്തിയത്. താടിയും മുടിയും നീക്കിയ ആയുഷ് ഹിന്ദു ആചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തുന്നതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഹിന്ദു മതത്തിലേക്ക് മടങ്ങാനും രക്ഷിതാക്കൾക്കൊപ്പം താമസിക്കാനും തീരുമാനിച്ചത് എന്നാണ് ആയുഷ് പറയുന്നത്. ഞാൻ ഇസ്ലാം മതത്തിലേക്ക് മാറിയിരുന്നു. എന്റെ കുടുംബത്തിന്റെ വേദന വീണ്ടും വിചാരമുണ്ടാക്കി. അതോടെ ഹിന്ദു മതത്തിലേക്ക് മടങ്ങിയെത്താൻ തീരുമാനിച്ചു. ഇനി കുടുംബത്തിന്റെ സംരക്ഷണത്തിൽ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോയിൽ ആയുഷ് ഇങ്ങനെയാണ് പറയുന്നത്. മകൻ ഔദ്യോഗികമായി ഹിന്ദുമതം സ്വീകരിച്ചുവെന്ന് പിതാവായിട്ടുള്ള ദേവരാജ് മാലിക്കും വ്യക്തമാക്കിയിട്ടുണ്ട്. കാമുകി ചാന്ദിനി ഖുറേഷി, പിതാവ് ഇസ്ലാം ഖുറേഷി എന്നിവരാണ് ആയുഷിനെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിച്ചതെന്നാണ് മാലിക് ആരോപിക്കുന്നത്. ബ്രെയിൻ വാഷ് ചെയ്ത് ഡൽഹിയിൽ കൊണ്ടുപോയി മതം മാറ്റിച്ചെന്നും മുഹമ്മദ് അലി എന്ന പേര് നൽകിയെന്നും കുടുംബത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് കണ്ടിട്ടാണ് ഇതിവർ ചെയ്തത് എന്നുമാണ് പരാതിയിൽ ഉണ്ടായിരുന്നത്. ദേവരാജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചാന്ദിനി ഖുറേഷിയെയും പിതാവ് ഇസ്ലാം ഖുറേഷിയെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് ഇയാൾ തിരികെ വരുന്നത്. ബി ഫാം ബിരുദധാരിയായ ആയുഷ് കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ സ്റ്റോർ നോക്കി നടത്തുകയായിരുന്നു. ഇതിനിടെ കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് പ്രാദേശിക ആശുപത്രിയിൽ ചികിത്സ നേടി. ഇവിടെ വെച്ചാണ് ചാന്ദിനിയെ ഇയാൾ പരിചയപ്പെടുന്നത്. പരിചയം കൂടുതൽ അടുപ്പമായതോടെ ചാന്ദിനിയുടെ ബന്ധുക്കൾ ആയുഷിനെ ഇസ്ലാം മതത്തിലേക്ക് മാറാനായി ആവശ്യപ്പെടുകയായിരുന്നു. 2023 ആയുഷിനെ ഡൽഹിയിൽ കൊണ്ടുപോയി മതം മാറ്റി നിക്കാഹ് നടത്തി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്നാൽ വിവാഹ സർട്ടിഫിക്കറ്റ് ഇതുവരെ ഇവരുടെ കയ്യിലില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. താടി വളർത്തുകയും മുസ്ലിം പ്രാർത്ഥനാ രീതികൾ പിന്തുടരുകയും ചെയ്തിരുന്നു എന്നാണ് FIR പ്രധാനമായും പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.